ഇതിനുള്ളിൽ പണിയാന്ന് പറഞ്ഞ ബന്ധസാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ Hey guys, welcome back to our channel. ഇന്ന് നമ്മുടെ കൂടെ കാണാറുള്ള ഒരു കൊച്ചിനെ കാണാനില്ല, എന്തുകൊണ്ടാണ് നമ്മുടെ സീനെ കാണാനില്ല. അവൾക്ക് ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. നമ്മള് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ കേക്ക് ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് അറിഞ്ഞൂടാ, അവൾക്ക് ഒന്നും അറിഞ്ഞൂടാ. ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. കാരണം ബർത്ത്ഡേ 2-3 ദിവസം കൂടി ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബർത്ത്ഡേ ഞങ്ങള് കുറച്ച് നേരത്തെ ഇന്ന് എല്ലാവരും ഫ്രീ ആയ സ്ഥിതിക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വെക്കണേ. അപ്പൊ സീനോട് ഞങ്ങള് കുറച്ച് തുണയൊക്കെ പറഞ്ഞിട്ടാണ് ഇതിനുള്ളിൽ കയറ്റാൻ പോണേ. കാരണം ഞങ്ങളെല്ലാരും ഇപ്പൊ വന്നതറിയാം, പക്ഷെ നേരത്തെ അവൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങള് വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഉള്ള ബാക്കി വീഡിയോകളും അതുപോലെ സീറ്റ് ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിത് കുറച്ച് ടാസ്ക് ഒക്കെ കൊടുത്തിട്ട് ചെയ്യാൻ തരണം. അപ്പൊ അതൊക്കെ ബാക്കി വീഡിയോയിൽ കാണാം. എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം സെറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ 4 പേരുണ്ട്, ബാക്കിൽ എൻ്റെ അനിയത്തിയുണ്ട്. 1 2 3 സ്റ്റാർട്ട്. ഇനി ലിന്ന് റിനിയുടെ കണ്ടുപോത്തിട്ടാ. ഓക്കെ ഓക്കെ, എനിറ്റോ നടന്നോ? നിക്കുന്നില്ല. ഞാൻ വരും. ഓക്കെ, നോക്കി നടക്കട്ടാ. ലിന്ന അങ്ങോട്ട്, ഞാൻ പറയണ പോലെ നടന്നോ. അങ്ങോട്ട് Ready, 1 2 3. Happy birthday to you. Happy birthday to you. Happy birthday to Sia. Happy birthday to you. എന്തടേ മനുഷ്യനവരൊന്ന് പറഞ്ഞപ്പിക്കാനുണ്ടാക്കണ പാട്. ഷോ. അപ്പൊ എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ സീ? നിനക്ക് സീ പറ, നിനക്ക് എന്താ പറയാനുള്ളത്? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അതെ, എനിക്ക് സന്തോഷായി. വിചാരിച്ചില്ല. ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചറിയോ, ഇവരൊക്കെ കൂടി എനിക്ക് എന്തോ ടാസ്ക് തരാൻ പറഞ്ഞ എല്ലാവരും നിൽക്കായിരുന്നു. ഇതാണ് നീല കളർ പറഞ്ഞല്ലേ? ഇതാണ് നമ്മുടെ കേക്ക് ഗൈസ്. കരയണോ? അതെ, വേറെ ഒരിക്കൽ ചൂട് എടുക്കണം. അപ്പൊ കേക്ക് കട്ടയിലേക്കാൾ മുന്നേ താങ്ക് യു സോ മച്ച്. അതിനേക്കാൾ എനിക്ക് അതൊന്നല്ല, ഈ സെറ്റ് ചെയ്യണല്ലോ. പക്ഷെ എന്നാലും ഞാൻ എഫേർട്ട് എടുത്ത് Happy birthday to you. Happy birthday to dear Sia. Happy birthday to you. Thank you guys. ശരിക്ക് ചിരിക്കണോ കരയണോന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയിൽ നിൽക്കണം. അതെ, സീ നിനക്ക് ഗിഫ്റ്റ് ഒന്നും വേണ്ടേ? വേണ്ട, ശരിക്കും വേണ്ട. വേണമെങ്കിൽ പറ. വേണോ? അത് പുറത്തുനിന്ന് വന്നൊരു ശബ്ദമാണ് ഗൈസ്. വേഗം പറ. വേണോ? വേണോ? അപ്പൊ ഗില്ലിനെ പണി തുടങ്ങിക്കോ. അപ്പൊ ഇതൊക്കെ വെറുതെ ഗിഫ്റ്റ് കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങളിപ്പോ എന്തായാലും അതെ, ഞങ്ങള് കൊറേ പ്ലാൻ ചെയ്തതാണ്. അപ്പൊ സോ അതെ, നമ്മള് ഉദ്ദേശിച്ചേക്കാത് കുറച്ച് ടാസ്കുകൾ ഉണ്ട്.
അത് നീ ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഓരോ ക്ലൂ വെച്ച് കിട്ടും. ആ ക്ലൂ നീ നോക്കി നോക്കി കണ്ടുപിടിക്കണം. ഗിഫ്റ്റ് ഇത് ട്രഷർ ഹണ്ട് പോലത്തെ സെയിം സാധനം തന്നെ, കുറച്ച് വ്യത്യാസങ്ങൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ വരുത്തിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മളൊരു ട്രഷർ ഹണ്ട് ആണ് മെയിൻ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ട്രഷർ ഹണ്ടിന്റെ ക്ലൂകൾ കിട്ടണമെങ്കിൽ അവള് കുറച്ച് ചലഞ്ചുകൾ പാസ് ആവണം. ഓക്കെ സിയ? ഓക്കെ, ചലഞ്ച് അവർക്ക് കിട്ടി ഇതൊന്നും കണ്ട് ഇപ്പൊ ട്രഷർ ഹണ്ടിലാണെങ്കിൽ അവള് കണ്ടുപിടിക്കാൻ പറ്റില്ല, ആ ഗിഫ്റ്റ് സ്വാഭാവികമായിട്ട് ഞങ്ങൾ എടുക്കും. സെറ്റല്ലേ? മനസ്സിലായില്ലേ? അപ്പൊ ഫസ്റ്റ് ടാസ്ക് നമ്മൾ കൊടുക്കാൻ പോകട്ടെ. സിയ, ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസ് ദ ഫ്ലവർ. ഓക്കെ, ഗസ് ദ ഫ്ലവർ. നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ടാസ്കുകളാണ്, അപ്പൊ ഓർമ്മ ഉണ്ടാവും ശരിക്കും. ഗസ് ദ ഫ്ലവർ ആണ് ടാസ്ക്. നാലെണ്ണം ചോദിക്കുള്ളൂ. അതിൽ 2 എണ്ണം കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ ക്ലൂകൾ തരും. ഒരെണ്ണം ശരിയാക്കി ഒരു ക്ലൂ തരും, രണ്ടാമത്തെ കറക്റ്റ് ആക്കിയാണ് ആ ക്ലൂവിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളത് കിട്ടുള്ളൂ. ഫസ്റ്റ് ക്ലൂ ഫസ്റ്റ് ശരിയാക്കാൻ തന്നെ ഞാൻ ക്ലൂ നിനക്ക് വേണമെങ്കിൽ ഗസ് ചെയ്ത് പോവാം. ഓക്കെ, അല്ല നിങ്ങൾക്ക് സെക്കൻഡ് കൂടെ കിട്ടണമെങ്കിൽ അപ്പൊ നമ്മൾ കാണിച്ചു കൊടുക്കാൻ പോട്ടെ. നമുക്ക് കാണിച്ചു കൊടുക്കുന്നതൊക്കെ ഞങ്ങൾ സ്ക്രീനിലും കൂടെ കാണിച്ചു തരാം കേട്ടോ. എത്തിയുമ്പോ കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റത്തെ കാണിച്ചു കൊടുക്കാൻ പോണേ. ഇതാ അടിച്ചൊരുങ്ങി വജന്ത ഈ ഫ്ലവർ ആകണ്ടല്ലേ? എനിക്കറിയില്ല. ആണോ? ജമന്തിയാണോ? ഓക്കെ, അല്ല ശരിക്കും നടുക്കില് കാണുന്ന സാധനം നമ്മള് കഴിക്കണതാ, എലിബിൾ ആയിട്ടുള്ളതാ. ഒരു ക്ലൂ വേണമെങ്കിൽ കൊടുക്കാം. ഒരു ക്ലൂ നമ്മള് കവർ വെക്കുകയാണെങ്കിൽ കഴിക്കാൻ അതിന്റെ പൂന എന്താ പറയാ? അതന്നെ ശരിയാണോ? ഒരു ക്ലൂ നമ്മൾ കൊടുക്കാൻ പോവാണ് ഗൈസ്. ഇനി ഒരെണ്ണം കൂടി കിട്ടിയാലാണ് ഈ ഒരു ടാസ്കിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളതൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെയാണോ വിചാരിച്ചേക്കണേ? 2 ശരിയായി ഒരെണ്ണം ഇപ്പൊ ശരിയാക്കിയിട്ടുള്ളൂ ഇത്ര നേരമായിട്ട്. You pull me back in the morning to bring in the lights and ബാക്കി കിട്ടണമെങ്കിൽ അവിടെ നെക്സ്റ്റ് ഉള്ളതിലൂടെ ആൻസർ ചെയ്യണം. ഓക്കെ, ആൻസർ അല്ലേ? ഇത് മറ്റേ ബോഗനില്ല. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ക്ലൂ കൂടെ കൊടുക്കാം കേട്ടോ. Shut me when the sun goes down before you say good night. ഫോണാണോ? നീ പറ. ലോജിക്ക് വെച്ച് ചിന്തിക്ക് ചെയ്യാം. എന്തായിരിക്കും അത്? ആദ്യം തൊട്ട് വായിക്ക്. You pull me back in the morning to bring in the lights and curtain. ആണോ? അതിൽ പോയി നോക്കിക്കോ. ഏതാണ്? പോയി നോക്കിക്കാം. ഈ റൂമിൽ വീടിന്റെ ഉള്ളിൽ, ഈ വീടിന്റെ ഉള്ള എവിടെ വേണമെങ്കിലും എവിടെന്നാ പോണ? ആദ്യം പോണേ എവിടെ തുടങ്ങിക്കോ. ഊഹ, ബാഗും സാധനങ്ങളൊക്കെ അവള് വഴിയിൽ വെച്ചേക്കാ. ഇത് പൊക്കി നോക്കണം. എന്ത് വേണമെങ്കിലും ചെയ്തോ, നീ കണ്ടുപിടിച്ചാൽ മതി ഗിഫ്റ്റ്. ഞങ്ങൾക്ക് അത്രേ ഉള്ളൂ. പിന്നെ കത്തിന്റെ ഉള്ളിലല്ലേ കയറ്റി വെച്ചേക്കണേ. നമ്മളങ്ങനെ ആദ്യത്തെ ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. ആ, പഠിച്ചോ? അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞേ. അതെ, ചെലപ്പോ അതില് ഗിഫ്റ്റ് ആയിരിക്കും, ചെലപ്പോ അതില് വേറെ എന്തെങ്കിലും ആയിരിക്കും. ബോംബ്. ഞാൻ എന്തായാലും ഇത് കണ്ടിട്ടേ എന്തെങ്കിലും ഞാൻ വിചാരിക്കും മനസ്സില്. അതെന്തായാലും ആയിരിക്കില്ല. നിങ്ങളായതുകൊണ്ട് ഇതിനുള്ളിൽ പണിയാന്ന് പറഞ്ഞു. ഇവിടെ ബന്ധസാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുപോകണം. ഇതെന്തിനടുത്ത് കുപ്പിയാണോ? കുപ്പില്ലേ നിനക്ക് ചായ കുടിക്കാൻ ഒരു ഗ്ലാസ് ഞാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളാണെങ്കിൽ എന്നിട്ടാ ആണെങ്കിൽ നീ ഉദ്ദേശിക്കുന്ന
ഉദ്ദേശിച്ചേ എനിക്കറിയായിരുന്നു ക്യാൻ കണ്ടപ്പോ തോന്നി എടുത്ത് കാണിക്കത്. എന്റെ ഫേവറേറ്റ് സാധനം സിയുടെ ഫേവറേറ്റ് ആണ്. സോ ഫസ്റ്റ് നോക്കി ലക്കിന് അതിനെ കിട്ടിയാണ്. ഓക്കെ, അപ്പൊ അടുത്തത് പണിയില്ലേ പറയാൻ പറ്റില്ല. ഐഡിയ ആയിരുന്നു അലീനയുടെ ആയിരിക്കും. കാരണം അലീനയുടെ അടുത്ത് ഞാൻ ഏത് നേരം എടി എനിക്ക് ഗുലാബ് ജാമുൻ കഴിക്കണ എനിക്ക് ഇഷ്ടമാണ് അതാണ് ഇതാണ് ഏത് നേരം ഞാൻ പറയാറ്. നെക്സ്റ്റും ഗസ് ചെയ്യാനുള്ളത് തന്നെയാ കേട്ടോ. ഹിസ്റ്റോറിക്കൽ പേഴ്സണെ ഗസ് ചെയ്യാം. നാലിനുള്ളൂ പേഴ്സണെ ഗസ് ചെയ്യാം. ഓക്കെ, ചാർലി ചാപ്ലിൻ. അടിക്കണേ. ഓക്കെ, ഹിറ്റ്ലർ. ക്യൂൻ എലിസബത്ത്. അപ്പൊ ഒരെണ്ണം ശരിയാക്കിട്ടോ. അപ്പൊ നമുക്ക് അതിന്റെ ഇത് കൊടുക്കാം. എല്ലാം കിട്ടും, വേഗം കിട്ടും. ചീത്ത പറയണല്ലോ. ദ പ്ലേസ് വേർ. അത്ര ഉള്ളൂ. പ്ലേസ് വേറെ അത്ര ഉള്ളൂ. ദ പ്ലേസ് വേർ. ഓക്കെ, അടുത്ത് വേണോ? ഗാന്ധിജി. കൊടുത്തോ. കറക്റ്റ് ആക്കി. മൂന്നാമത്തെ കറക്റ്റ് ആക്കിട്ട് ചെയ്യാം. ഓൾ ബുക്സ് ഗ്യാദർ. പറയില്ല. ഓൾ ബുക്സ് ഗ്യാദർ അവിടെ. എന്നിട്ട് എന്റെ പെൺഡ്രൈവ് കുറെ നേരം ഇവിടെ കണ്ടുപിടിച്ചില്ല ഗൈസ്. അതെ, ടൈം എനിക്ക് ടൈം കിട്ടണ്ട. ഓക്കെ, ഒരു സ്ഥലത്തിന്റെ ബാക്കിലാണ്. അപ്പൊ ഇതിന്റെ ബാക്കിലാണ്. വേഗം. Come on, dear. ഒക്കെ ഫ്ലിപ്കാർട്ടിന്റെ ഞങ്ങൾ ഫ്ലിപ്കാർട്ടിന്റെ പ്രൊമോഷൻ ഒക്കെ ചെയ്യണ കാരണം അതിന്റെ കുറെ ബോക്സുകളാണ് ചെയ്യാൻ. ഫ്ലിപ്കാർട്ടുകാര് ടൗലാണോ? എന്തൊരു സീ കിട്ടിയേ. ഇത് ഇത് ലിന്നിനുള്ള സമ്മാനം. ലിന്നിന് ഞാൻ കൊടുക്കുന്നു. ചീഞ്ഞ കുക്കുമ്പർ അല്ലേ? അത് 2 ദിവസം മുന്നേ ചീഞ്ഞിണ്ടായില്ല. അപ്പൊ 2 ദിവസം മുന്നേ കയറ്റി വെച്ചതാണോ? ഞങ്ങൾ ഇതെല്ലാവരും ഉദ്ദേശിച്ച് കഴിച്ചിട്ട് ഞാൻ തൃപ്തിപ്പെട്ടു. പിന്നെ കേക്കില് അടുത്ത നാളെ അത് ഇരിക്കും. അടുത്തുണ്ടെന്നോട് ആരാ പറഞ്ഞേ? അതെ, നീ വിചാരിച്ചേ. ഇടി എന്നാലും നിങ്ങൾ എനിക്ക് ഒരു പണി കൂടെ തരില്ലേ? അപ്പൊ ഇതെന്തിട്ടാ? ഇത് മാത്രമുള്ള പണി നല്ലതും ഒരെണ്ണം പൊട്ടേ. അതെ, ഞങ്ങള് ചോദിച്ചാൽ ആദ്യം നീ ഇത് എടുക്കായിരിക്കും വിചാരിച്ചു. ഇതിലും സന്തോഷായില്ലേ? ഇല്ല, അടുത്ത സാധനം കൊടുക്ക്. അപ്പൊ ഞാൻ പറഞ്ഞതല്ലേ. പക്ഷെ അടുത്തത് എനിക്കല്ലേ? ഓക്കെ, അപ്പൊ അടുത്തതും ഗസ് ചെയ്യാൻ തന്നെയാണ്. ഗസ് ദ ലോഗോ. നമ്മൾ ചെയ്തിട്ടുള്ള സാധനം. ഓക്കെ, കോൾഗേറ്റ്. Turns out the lights in the room and fan. ഓക്കെ, Fan ആണോ? Classmate. യെസ്. അപ്പൊ രണ്ടെണ്ണത്തില് സെക്കൻഡിൽ തന്നെ ശരിയാക്കിട്ടോ അവള്. Go to your restroom. അല്ല, rest your head on me. Pillow. ഓക്കെ, ആണോ? ഇപ്പില്ലല്ലോ അപ്പുറത്ത്. അതെന്തായാലും എനിക്കുള്ളതാണല്ലോ. അപ്പൊ ഇത് നല്ലതായിരിക്കും. ഞാനോ അവിടെ പറഞ്ഞ എനിക്കുള്ളതാണ്. ഞാൻ guess ചെയ്യാം. ഇനി എന്തിട്ട് ഗസ് ചെയ്യാൻ? ഇത് തുറന്ന് അവസാനം ഒരു കുഞ്ഞ് എന്തെങ്കിലും guess ചെയ്യട്ടെ ഞാൻ. ആ, ഗസ് ചെയ്. Come on, you can. ഇപ്പൊ തുറന്നു നോക്കിട്ട് പറയട്ടെ അവള്.
ടിക് ടിക് 1 2 3 4 5 കഴിഞ്ഞു. തുറന്നാ മതി. പെൻസിലാ എന്നിട്ട് ചെയ്ത് ഇതൊക്കെ കഴിഞ്ഞ ഈ ഒരു മേക്കപ്പ് ചെയ്തിട്ട് വരവുണ്ട്. എന്റെ പൊന്നെ ഇതാരുടെ ഐഡിയ ആയിരുന്നു? അങ്ങനെയൊന്നുമില്ല, ലിന്നാണ് പറഞ്ഞത്. താങ്ക് യു. എനിക്ക് തോന്നിയത് ഇതിൽ ഇന്നായിരിക്കും. ഇത് ഓർമ്മയുണ്ട്. ഇത് കണ്ടപ്പോ എനിക്ക്, പക്ഷെ ഞാനിത് ആദ്യം വിചാരിച്ചത് എന്തിനാ അറിയോ, മറ്റേ ഇതിന്റെ ഇവിടെ വരെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വല്ല ബട്ടറിന്റെ ഒരു നിമിഷത്തേക്ക് ഞാൻ നിങ്ങളെ വിശ്വസിച്ചു. താങ്ക് യു ഗൈസ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീണ്ടും ഗസ് ചെയ്യാനല്ല, ഫ്രൂട്ട് ആണോ വെജിറ്റബിൾ ആണോ എന്ന് പറയാം. ഓക്കെ, നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ടാസ്ക് ആയിട്ട് അതൊക്കെ ചലഞ്ച് ആണത്. ഓക്കെ, ക്യാരറ്റ് വെജിറ്റബിൾ. യെസ്. പംകിൻ വെജിറ്റബിൾ. അയ്യത് ഫ്രൂട്ട് ആയിരുന്നാ? ഫസ്റ്റത്തെ കൊടുത്തു, നേരത്തെ പറഞ്ഞ കറക്റ്റ് ആക്കി. A bird does not sing because. ഓക്കെ, ഒരെണ്ണോടിന്റെ ഒലീവ്. പീക്കുന്റെ അവിടെ എഴുതി. അല്ല നേരെ എടുത്ത് എഴുതാൻ. ഒലീവ്. ഫ്രൂട്ട്. യെസ്. It has an answer. Has an answer. I don't know. Clue ഒരെണ്ണം a bird does not sing because. പിന്നെ അതൊരെണ്ണം it has an answer. പീക്കുവിന്റെ കൂടിന്റെ അവിടെ ഇരിക്കും. അല്ലെങ്കിൽ ഞാൻ അത്രയുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. അല്ലെങ്കിൽ എന്നുള്ള പറന്നോളാക്കണം. ഇതൊരു സാധനം അത് ഞാൻ കറക്റ്റ് തന്നെ തൊട്ട് തുറന്നൂലോ. എനിക്ക് ഭയങ്കര ബുദ്ധി ഉണ്ടല്ലേ. അങ്ങനെ വിചാരിക്കുന്ന മിസ്റ്റർ. അതിലും ഒരു ഇടിച്ചു വീണ ഇത് മിഠായിയാണോ? എന്ത് മിഠായി? ഏത് അപ്പൊ അതന്നെ പറയണത്. ചിലപ്പോ വാലന്റൈൻസ് ഡേ. എനിക്ക് ചെക്കനില്ല ഗൈസ്. ഇതെന്താ പുതിയ? ഇനി അവസാനത്തല്ലാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ തല്ലാൻ വരെ എടുത്തിട്ടാ. അയ്യോ അതൊന്നും എടുത്തോട്ടെ. അല്ല അതിങ്ങനെ ചെറുതായിട്ട് പ്ലിങ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് തന്നെ. താങ്ക് യു. ഇത് എന്റെ ഒരു ഫേവറേറ്റ് ആണ്. എന്റെ എല്ലാ തിന്നണതൊക്കെ എന്റെ ഫേവറേറ്റ് ആണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരെണ്ണം കൂടി ഉണ്ട്, ഒരു ടാസ്കും കൂടി ഉണ്ട്. ഓക്കെ, സിയ റെഡി? റെഡിയാണോ? അത് പണിയായി. റെഡിയാണോ? ഞാൻ റെഡിയാണ്. Okay, guess the animal. Guess the Animal. ആനിമൽ. ടൈഗർ. No. ചീറ്റണോ? Yes. The place where we make. എന്ത്? Okay, next. Dog. Yes. മെസ്സസ് ആണോ? മെസ്സസ് ആൻഡ് മെമ്മറീസ്. നിന്റെ റൂമാണോ? അത് പറഞ്ഞോ. ജനറൽ ആയിട്ടാട്ടോ ചോദിച്ചേ. The place where we make messes and memories. Kitchen. Messes. Yes. Yes. എടി മറ്റേ വീഡിയോയിൽ പറഞ്ഞ പോലെ കഴുകാനുള്ള പാത്രങ്ങൾ. ചെലപ്പോ അങ്ങനെയായിരിക്കും, നിന്റെ യോഗം പോലെ ഇരിക്കും. ഇവിടെ എല്ലാവരും നോക്കണ. എവിടെ നോക്കിക്കോ. ആ റൂമിലല്ലോ. ഏത് റൂമില്? കിച്ചൺ മാത്രം. ഫ്രിഡ്ജിലാണ് അല്ല, കിച്ചൺ. അപ്പൊ ഇതിനുള്ള എങ്ങനെയായിരിക്കും? I make the air fresh.
I make the air fresh. ഇത് ഒരു ടാസ്കും കൂടി ഉണ്ട് സിയക്ക്. അത് ഇത് 2 ഉണ്ട്. പറയും. I make the air fresh and I am strong. Spray. എന്താന്ന് പറയും, എന്നിട്ട് ഗിഫ്റ്റ് ചെയ്ത് പൊട്ടിച്ചാൽ മതി. ഇതെന്തിനാ പറയണ? ആ I make the air fresh and I am strong. ഗായ്സ്, അപ്പൊ ഇതാണ് കേട്ടോ ലാസ്റ്റത്തെ ടാസ്ക്. ഇതും കൂടെ കഴിഞ്ഞ ടാസ്ക് ഒക്കെ കഴിഞ്ഞു. അതെ, ശരിക്കും കഴിഞ്ഞു. ഇവിടെ വശിക്കാനായിട്ടിരിക്കുക ഗൈസ് അവരൊക്കെ. വേഗം ഗസ് ചെയ്തോ, അല്ലെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഗസ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ എടുക്കത് അല്ലേ? അതെ, അതിന് പിന്നെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. അത് ഏറ്റവും സ്പെഷ്യൽ ആയതുകൊണ്ടാണ് ഞങ്ങൾ മാറ്റി വെച്ചത്. സ്പെഷ്യൽ കുഴപ്പമില്ല. സിയക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കിട്ടിയതൊക്കെ സിയക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ്. അപ്പൊ അതുപോലെ സിയക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം തന്നെയാണ്. സിയ കണ്ട എന്തായാലും വേണ്ടാന്ന് പറയില്ല. ചിലപ്പോ ഇവരെ അങ്ങനെ എടുത്ത് തല്ലുണ്ടാക്കിയാലും സിയ ഇത് വാങ്ങും. മര്യാദയ്ക്ക് പറഞ്ഞോ, കിട്ടിയില്ലെങ്കിൽ ആവശ്യമില്ലെങ്കിലും I make the air fresh. ടൈമർ ഓണാക്കി കൊടി. Air fresh. കൊറേ ആയിട്ട് ചിന്തിക്കുക, ഇവിടെ മാത്രം ചിന്തിക്കല്ല. വീടിന്റെ ഉള്ളിൽ അങ്ങനെ ചിന്തിക്കല്ലേ. One eternity later. Plants അല്ല, ആ ട്രീ ആണ്. പുറത്തുള്ള ട്രീ ആണോ? പുറത്തുള്ള ട്രീ ആണോ? അതിന് അവക്കറിയില്ല അതിൽ എന്തിട്ടൊക്കെ പാക്ക് ചെയ്ത് വെച്ചാണെന്ന്. നിക്കടി, ഞാൻ ഇതുവരെ വിളിക്കട്ടെ. പൊട്ടാണ് മിഠായി. ഒരു മിഠായി കിട്ടിയാൽ ഇത് ഒരു മിഠായി കണ്ട. ഞാൻ പറയും ധവളാണ്ടത് പറഞ്ഞു ഗൈസ്, മൈക്ക് മരുന്നാണെന്നൊക്കെ. തൊട്ടാക്കാൻ പറ്റില്ലേ? തൊട്ടാക്കിട്ട് കമ്മല് ആണോ? ആവോ? അതെ, ലിന്റെ ഐഡിയ ആയിരിക്കും. അല്ല, നിന്റെ ഐഡിയ ആയിരുന്നാ? അല്ല, കണ്ടപ്പോ വാങ്ങിച്ചെന്നുള്ളൂ. അതെ, കമ്മല് ഞങ്ങൾ വാങ്ങാൻ വിചാരിച്ചത്. പക്ഷെ വലിയ കമ്മല വാങ്ങാന്ന് വെച്ചത്. പക്ഷെ അവിടെ ചെന്നപ്പോ ഇവളിട്ടോണ്ടങ്ങനെ ടൈപ്പ് സാധനങ്ങളൊന്നും കിട്ടാനില്ല. സോ ഞങ്ങള് ഇത് നല്ല ഒരു എനിക്ക് കണ്ടപ്പോ നല്ല ക്യൂട്ടായിട്ട് തോന്നിയോണ്ട് ഞാൻ ഇതെടുത്തു. റിങ് നോക്കാൻ പറഞ്ഞു. ഞങ്ങള് ഉദ്ദേശിച്ച റിങ് ഭയങ്കര വലിയ റിങ് ആയിരുന്നു ഗൈസ്. ഞങ്ങൾ അങ്ങനത്തെ നോക്കിയ, പക്ഷെ അവിടത്തെ അങ്ങനത്തെ ഒന്നും ഇല്ല. കഴിഞ്ഞ ഫുള്ള് അതും വെറുതെ കിട്ടിപ്പോ വാങ്ങിയതാ. അതെ, എന്റെ എന്ന് വന്നിട്ടും ഈ സാധനങ്ങളൊക്കെ പറക്കിക്കൊണ്ട് പോലാണ് ഇവരുടെ മെയിൻ പരിപാടി. ഇവള് മാത്രല്ല, അതെ അവളും. അതെ, എന്നിട്ട് ഞാൻ ഗതികേട് കാരണം മനസ്സിന് ഗൈസ് ക്ലിപ്പ്. ഇവിടുന്ന് എന്റെ ക്രാബുകൾ അടിച്ചു മാറ്റി കൊണ്ടുപോലാണ് ഇവരുടെ സ്ഥിരം പണി. ഇവര് വരും, എടി ഞാനൊരു ക്ലിപ്പ് എടുക്കണ്ടെന്ന് പറഞ്ഞ് എടുക്കും, പിന്നെ പോയി. അതെ, പിന്നെ ഞാൻ അടുത്ത സെറ്റ് ക്ലിപ്പ് വാങ്ങണം. അതെ, സ്നേഹനിധി അല്ല, ഇനി എന്റെ ക്ലിപ്പ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കൈ തല്ലി അടിക്കും. പുറത്തേക്ക് നല്ല ഇരുട്ടായി. നമ്മൾ ഇത്രയും ഇരുട്ട് പ്രതീക്ഷ ഉണ്ടായില്ല. ഇരുട്ടായി. ഈ ഇരുട്ടത്ത് സിയുള്ള മരൊക്കെ കയറും. എന്നിട്ടാ സിയ നമ്മള് പറഞ്ഞേ ബർത്ത്ഡേയുടെ അന്ന് പാമ്പേടിയായിട്ട് ബർത്ത്ഡേകൾ സെറ്റിരിക്കുന്നു. അല്ല, എന്റെ പൊന്നെ ഫുള്ള് ഇരുട്ടായി ഗൈസ്, ഒരു രക്ഷയില്ല. ഇവിടെ ഫുള്ള് മരങ്ങളാ. ഈ ഇഞ്ചി ലൈറ്റ് അടിച്ചോണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി. അവള് ഞങ്ങളെ ചതിച്ചു. അവളെ കാണുന്നില്ല. അതെ, അല്ലാണ്ട് ഇവള് കൊണ്ടുപോയിട്ടല്ല. ഓക്കെ, ഇത് ജസ്റ്റ് ലാസ്റ്റ് സാധനം, ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ചെലപ്പോ ഞങ്ങക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ള പേടിയുണ്ട്. ഓക്കെ, അവളെന്ന് യൂസ് ചെയ്യും. പക്ഷെ ഞങ്ങക്ക് ഡൗട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊറേ ടൈപ്പ് കിട്ടും. സോ ഞങ്ങക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഇവക്ക് എന്താ ഇഷ്ടപ്പെടും എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ട് ഞങ്ങക്ക്.
നീ എന്തിനു യൂസ് ചെയ്യുമ്പോ ഇവിടെ പിറ്റേ ഇടയ്ക്കിടയ്ക്ക് അത് എഫക്റ്റിന് മുഖത്തേക്ക് ലിപ്സ്റ്റിക്ക്. എടി ഞാൻ കാര്യം ചെയ്യട്ടെ, കഴിഞ്ഞ ദിവസം ലിപ്സ്റ്റിക്കിന്റെ ഗൈസ് ഞാൻ എനിക്കാന്ന് പറഞ്ഞിട്ട് ഒരു ലിപ്സ്റ്റിക് ഓർഡർ ചെയ്തു. പക്ഷെ ഇവിടെ എന്നോട് പറഞ്ഞ കളറും ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് കളറാട്ടോ സെലക്ട് ചെയ്തത്. അപ്പൊ ഒട്ടിക്കുന്നത് എനിക്ക് കാണാം. നീ ആണെങ്കിൽ അതൊക്കെ ഓർമ്മയുണ്ടോ പൊട്ടിക്കണത് എനിക്കാണ്. ഇതോടെ നീ എടുത്ത് ഇതെനിക്ക് വേണമെന്ന്. ഓക്കെ ഇട്ട് നോക്കിക്കോ. ഞാൻ അലീന ലിപ്സ്റ്റിക് ഒന്നും അങ്ങനെ വാങ്ങാറില്ല. ഇവിടെ പിന്നെ എന്നിട്ട് ഇപ്പൊ ലിപ്സ്റ്റിക് ഒരെണ്ണം വാങ്ങിച്ചു, പിന്നെ പറഞ്ഞിപ്പോ വീണ്ടും അവള് എന്താണോ ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്യേണ്ട ഒരെണ്ണാണ് ആകെപ്പാടെ വാങ്ങിച്ചാണ് ഗൈസ്. ലിപ്സ്റ്റിക് ബ്രാൻഡ് ചെയ്യുന്നു വിചാരിച്ചു. അതെ രസമുണ്ട്, വലിയ കുഴപ്പമില്ല. ശരിക്കും എന്താണ് ഈ നിമിഷം? ഇനി എന്താ പറയാനുള്ള എന്തെങ്കിലും പറയണ്ട ഞാൻ പറഞ്ഞ. എനിക്ക് എല്ലാ ഫാനും നോക്കി. എനിക്ക് എന്താണ് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, തീരെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്റെ അതായത് ഒരു തവണ പോലെ എന്റെ വൈദ്യ കൂടെ അങ്ങനെ ഒരു ക്രോസ് ആയിട്ടില്ല. ലൈക്ക് അങ്ങനെ അവരിങ്ങനെ സർപ്രൈസ് തരുന്നു. പിന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനം എന്റെ ഗുലാബ് ജാമുൻ. സത്യം കാരണം ഇത് ഞാൻ എപ്പോഴും അടുത്തൊന്ന് പറയട്ടെ, എനിക്ക് ഗുലാബ് ജാമുൻ കഴിക്കാം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം. എന്താണെന്ന് എനിക്കറിയില്ല, ഇപ്പൊ കുറച്ചായിട്ട് തുടങ്ങിക്കിടുന്ന ഞാനിത് എനിക്ക് ഭയങ്കര, അതായത് ഇത് തിന്നാൻ കിട്ടുന്നതിന്റെ അല്ല, കഴിക്കാൻ കിട്ടുന്നതിന്റെ അല്ല, പക്ഷെ എന്നാലും അങ്ങനെ ആലോചിച്ച് എല്ലാം റെഡി ചെയ്താ. ഇതെങ്ങനെ വാങ്ങിച്ച മറ്റേ കടയിൽ പോയിട്ട് വാങ്ങിച്ചതാ. അതാ ഓർത്ത് വെച്ചാ ഒരു മനസ്സ്. അതെ ഫുൾ ഗിഫ്റ്റിന് താങ്ക് യു. ആയിക്കോട്ടെ, ഇത് ഓർത്ത് വെച്ച് എനിക്ക് മേടിച്ചിരുന്ന അലീനക്ക്. ആയിക്കോട്ടെ. ഇത് പിന്നെ ഇത് എനിക്കിഷ്ടമാണ്, ഇതാണ് എന്റെ ഫേവറേറ്റ്. അതെ അവിടുത്തെ പിന്നെ ലിപ്സ്റ്റിക് അതെന്റെ ഫസ്റ്റ് ഏതെങ്കിലും അങ്ങനെ ഫേവറേറ്റ് പറയാം. മോസ്റ്റ് ഫേവറേറ്റ് ഇത്. സെക്കൻഡ് വൺ ഇത്. കാരണം എന്റെ കയ്യിലെ ലിപ്സ്റ്റിക് ഇന്നലെ തീർന്നു. ഞാൻ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എന്റെ ഫേവറേറ്റ് കളറായിരുന്നു. ഞാൻ കാണിച്ചു കൊടുത്തു തീർന്നു. ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിത് 2 ദിവസം മുന്നേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. കറക്റ്റ് ഇത് ഇന്നലെ വന്നു. കറക്റ്റ് ഇന്നലത്തേക്ക് ആയതുകൊണ്ടാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് ഉണ്ടാവില്ലായിരുന്നു. കറക്റ്റ് ഇന്നലെ അത് വന്നു, അതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ഒന്നും. അതെ, കൊറിയർമാൻ വരുന്നത് നോക്കിയിരിക്കണ്ടോന്ന് തന്നെ ഞങ്ങ. ഇതാണ് എന്റെ സെക്കൻഡ് ഫേവറേറ്റ്. ചോക്ലേറ്റ് എനിക്ക് എപ്പോഴും ഫേവറേറ്റ്, അതുകൊണ്ട് ഞാനിത് ഇവിടെ ഇങ്ങനെ വയ്ക്കാം. പിന്നെ എനിക്ക് ഫേവറേറ്റ് ഇത് ഐഷാഡോ പാലറ്റ്. എനിക്ക് എന്റെ അങ്കിൾമാരൊക്കെ വരുമ്പോ ദുബായിൽ നിന്ന് കൊണ്ടുവരും. പക്ഷെ അതൊക്കെ എന്റെ അമ്മ ബ്യൂട്ടീഷ്യൻ, അപ്പൊ എല്ലായിടത്തും ഉണ്ടാവാറില്ല. ഒന്നും അമ്മ ഇത് കാണുന്ന അതെ, അമ്മ അത് കാണും. അവക്ക് ഞാനൊന്നും കൊടുക്കാറില്ല, അവള് നാട്ടുകാരോടൊക്കെ പറഞ്ഞു പക്ഷെ വരുമ്പോ മാത്രം എടുത്ത് തരുള്ളൂ. അപ്പൊ ഞാൻ എന്തെങ്കിലും ഇടാം, അല്ലാണ്ട് എനിക്ക് ഡെയിലി എങ്ങോട്ടെങ്കിലും പോകുമ്പോ ഇടാനായിട്ട് എനിക്ക് ഉണ്ടാവാറില്ല. ഇതാണ് എന്റെ തേർഡ് ഫേവറേറ്റ്. പിന്നെ ഇതെനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് അങ്ങനെ ഞാൻ എല്ലാ സാധനങ്ങളും അങ്ങനെ ഇടാറില്ല. ഗോൾഡ് മാത്രമേ എനിക്ക് ഞാൻ ഇടാറുള്ളൂ. ഇടാറുന്നതുകൊണ്ടല്ലേ എനിക്ക് അലർജിയാണ്, അതുകൊണ്ട്. അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടമായി. താങ്ക് യു. അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോകട്ടോ. അപ്പൊ ഗൈസ്, ബർത്ത്ഡേ പാർട്ടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബർത്ത്ഡേകളിൽ എന്താ പറയാനുള്ള ഓവറോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമ്മളെല്ലാം കഴിഞ്ഞു, പൊട്ടിച്ചു, എല്ലാവരും കഴിച്ചു. എന്താണ് പറയാനുള്ളത്? ഞാനത് കുറച്ച് പറഞ്ഞല്ലേ, ഞാൻ സ്റ്റെക്കായി പോയി. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ഹാവ് സച്ച് ആൻ അമേസിംഗ് ഫ്രണ്ട്സ്. അല്ലല്ല, എന്താ പറയാ, അല്ല ഞാനങ്ങനെ എപ്പോഴും പറയില്ല. ലൈക്ക് എക്സ്പ്രസ് ചെയ്യാൻ അങ്ങനെ ഞാൻ എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ഇപ്പൊ ചില സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇവർക്കും കൂടെ വേണ്ടി പ്രാർത്ഥിക്കും.
പിന്നെ എപ്പോഴും എന്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറയും എനിക്കിങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എന്നാ ഇവരാണ് ഇങ്ങനെ അപ്പൊ എല്ലാവരും ഇങ്ങനെ പറയും ഓ നിന്റെ വീക്ക്നെസ് എന്ന് പറയണത് അവരാണ് അലീന ലിന്ന് റിനി ഇവര് 3 പേര്. പിന്നെ വീട്ടില് കസിൻസ് ഒക്കെ പറയും അവൾക്ക് അവളെ ഫ്രണ്ട്സിനെ മതി അങ്ങനെ പറയും. അപ്പൊ അതൊക്കെയാണ് ഞാൻ അങ്ങനെ ഇവരോട് അത് പറയാറില്ല കാരണം ഞാൻ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളല്ല. എക്സ്പ്രസ് ചെയ്താൽ എനിക്ക് അതെന്തോ എന്റെ ഒരു എക്സ്പ്രസ് ചെയ്തോളെങ്കിൽ കുറച്ചറിയും അപ്പൊ അത് എന്തോ എനിക്കതൊരു വീക്ക് പോയിന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച്. ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എന്റെ മമ്മി പറഞ്ഞു ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഒന്നുമില്ല എനിക്ക് 23 വയസ്സാവും. അപ്പൊ 23 വയസ്സായി ഇനിയിപ്പോ ആഘോഷിക്കണ്ട അതൊക്കെ ബോറ് പരിപാടിയാണെന്നൊക്കെ പറഞ്ഞപ്പോ ഞാനിങ്ങനെ വിഷമിച്ച് എന്റെ ലൈഫിൽ എനിക്ക് ബർത്ത്ഡേ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സാധനം. കാരണം നമുക്ക് എല്ലാവർക്കും ഒരു ദിവസം അതായത് നമ്മുടേതായ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു ബർത്ത്ഡേ ആണ്, നമ്മൾ ജനിച്ച ദിവസമാണ്. അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ്. എന്നെ 12 മണിക്ക് വിഷയങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. അവള് എല്ലാവരുടെയും ബർത്ത്ഡേ 12 മണിക്ക് വിഷയം വിളിക്കാം. ഞാൻ വിഷ് ചെയ്യാറില്ല. വിഷ് ചെയ്ത് അത് വേറൊരു ബോധക്കേടെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും ബർത്ത്ഡേയും മാസങ്ങൾക്ക് മുന്നേ നോക്കി വെക്കും. ഒരു മാസം മുന്നേ അവൾ പറഞ്ഞു കൊടുക്കും, പക്ഷെ ആ ഒരു പോയിന്റിലുള്ള മറക്കും. അതായത് കറക്റ്റ് 11:55 കഴിയുമ്പോ പിന്നെ എന്റെ ബോധവും ബുദ്ധിയും പോവും. പിന്നെ ഞാൻ ചിലപ്പോ ഒന്നില്ലെങ്കിൽ ഉറങ്ങിപ്പോവും അല്ലെങ്കിൽ ഞാൻ ഫോൺ നോക്കിയിരിക്കിങ്ങനെ എന്തുകൊണ്ടല്ലോ എന്ന് നോക്കിയിരിക്കും. പിന്നെ ആരെങ്കിലും സ്റ്റാറ്റസ് അശേ അപ്പോഴാണ് വിഷ് ചെയ്തില്ല എന്നുള്ള ബോധമൊക്കെ വരാം. അതെന്റെ ഒരു തെറ്റാണ്, കാരണം ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരുമാതിരി. അപ്പോ നല്ലൊരു ദിവസമായിരുന്നു അല്ല സിയ? നല്ലൊരു ദിവസമായിരുന്നു. എനിക്ക് ആ എന്ത് സംഭവിച്ചാലും ഓൺ ദി സ്പോട്ട് എനിക്കൊന്നും ഫീൽ ചെയ്യില്ല. ആ സമയത്ത് ഞാനിങ്ങനെ ഒരു മരവിച്ചൊരവസ്ഥയാണ്. ഇന്ന് നാളെ പറ്റുന്നില്ലേ അതൊക്കെയാണ് എന്റെ ദിവസങ്ങൾ. അതാണ് എന്റെ റിയാക്ഷൻ. വീഡിയോ ശരിക്കും പറഞ്ഞാൽ നാളെ പറ്റുന്നതാണ് എടുക്കുന്നത്. കാരണം റിയാക്ഷൻ വീഡിയോ കിട്ടണമെങ്കിൽ അതായിരിക്കും. ഇനി എന്റെ ഉള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇനി ഇന്ന് അവിടെ അങ്ങോട്ട് ആർക്കും മെസ്സേജ് ചെയ്യുന്ന അവരോടൊക്കെ അവരങ്ങനെ ചെയ്തു. അപ്പോ താങ്ക് യു സോ മച്ച്. ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോ സില്ലി അമ്മച്ചിയായല്ലോ. പക്ഷെ എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഗൈസ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും സിയക്കുള്ള വിഷസും ഒക്കെ കമന്റ് സെക്ഷൻ ത്രൂ അറിയിക്കുക. എന്റെ ബർത്ത്ഡേ March 14th ഇന്ന് പ്രതിയ 11 അല്ലേ? അതുകൊണ്ടാണ് എന്റെ ബർത്ത്ഡേ ഒന്നാണെങ്കിൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു അതെ പിന്നെ ബർത്ത്ഡേ ഒന്നും ഉണ്ടാവില്ല. അല്ല അതെ ഞങ്ങള് തിരക്കാണ് ഈ ദിവസങ്ങളൊക്കെ തിരക്ക്. ഇപ്പൊ വർക്കായാലും ക്ലാസ് ആയാലും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഒരു ദിവസം കറക്റ്റ് നോക്കി എടുത്തത്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് എത്രത്തോളം ഇത് ചെയ്യാൻ പറ്റുന്ന ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ വെച്ചത്. നേരത്തെ ആകുമ്പോൾ ഇപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല ഇങ്ങനെ ഒരു കാര്യം. ഞങ്ങൾ ബർത്ത്ഡേ അന്നാണെങ്കിൽ തലേദിവസമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ ഇത് ഇത്രയും ദിവസം മുന്നായതുകൊണ്ട് ഞാൻ ചിന്തിക്കണ കൂടിയില്ല. വീഡിയോ എടുക്കാൻ പറ്റുന്ന ഇത് എന്റെ മാത്രം കണ്ടിട്ട് ഇവരെല്ലാരും കൂടി ഞാൻ എന്നെ കൊണ്ട് ടാസ്ക് ചെയ്യിപ്പിക്കാറാണോ അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.